ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് ശേഷം മോഹൻലാൽ ആദ്യം അഭിനയിക്കുന്ന ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് അല്പസമയത്തിനകം എറണാകുളത്ത് ആരംഭിക്കും. പൂത്തോട്ട ലോ കോളേജിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുത്ത ശേഷം മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ദില്ലിയിലേക്ക് പോകും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 55 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം. വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്താ പറയുക, നമുക്ക് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും അതാ പറഞ്ഞത്, വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. കാരണം അതുപോലെ സിനിമയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഒരു സാംസ്കാരിക ഇതിനകത്തും സൊസൈറ്റിയിലും ഒക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ രീതിയിലും അത് അർഹതപ്പെട്ട ഒരാളാണ്. ഇതൊരു നല്ല സിനിമയാണ്. അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്താണെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത സമയമാണ് മോഹൻലാൽ സാറിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒന്നിച്ചുള്ള യാത്ര, മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ളതാണ്. ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുകയാണ്. ലാൽ സാറിന് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അത് സംഭവിക്കുന്നു, തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ജോർജ് കുട്ടിയും കുടുംബത്തിനും പാറേപ്പള്ളി ധ്യാനത്തിന് പോയതിന്റെ കഥ 3-ാം ഭാഗത്തെങ്കിലും പൊളിയുമോ, അതല്ല അത് രഹസ്യമായി തന്നെ തുടരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും സസ്പെൻസ് നിറഞ്ഞ 3-ാം സിനിമയാണ് വരാൻ പോകുന്നത്. ഇത്തരം ഒരു സീക്വൽ 3ഉം വിജയത്തിലാക്കുക. ഇപ്പോൾ CB ഡയറി കുറിപ്പ് പോലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ അങ്ങനെ ആ സീരീസിലേക്ക് വരുന്ന ചിത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് നിറവിൽ നിൽക്കുകയാണ്. അപ്പം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. എപ്പോഴാണ് പൂജ തുടങ്ങുക? അതിനുശേഷം മോഹൻലാൽ നേരെ ദില്ലിക്ക് പോവുകയായിരിക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് ശേഷം നേരെ മോഹൻലാൽ എത്തുന്നത് ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. അല്പസമയം മുമ്പ് ജിത്തു ജോസഫിനോടും മറ്റും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് ഇതൊരു കുടുംബ ചിത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ സസ്പെൻസ് തുടരുകയാണ്. നേരത്തെ മുൻപ് ഇറങ്ങിയ 2 ചിത്രങ്ങളും പോലെ തന്നെ വലിയ സസ്പെൻസുകൾ ഈ ചിത്രത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തും. ഇത് പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജാണ്. ആദ്യ ദിവസത്തെ ഷൂട്ട് ഇവിടെയാണ്. ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പൂജ ചടങ്ങ് നടക്കും. അതിനുശേഷം ഇന്ന് ഷൂട്ട് പൂർത്തിയാക്കി ഉച്ചയോടുകൂടി മോഹൻലാൽ ഡൽഹിയിലേക്ക് പോകും. നാളെ വൈകിട്ടാണ് ദേശീയ പുരസ്കാര വേദിയിലാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തോടൊപ്പം കുടുംബവും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുടുംബസമേതമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുക. എന്തായാലും ജിത്തു ജോസഫ്, അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ, ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുന്നത്. അത് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സൈലന്റായി വന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ സിനിമയായിരുന്നു. അതിനുശേഷം 2021 2-ാം ഭാഗവും പുറത്തിറങ്ങി. അത് കോവിഡ് ലോക്ക്ഡൌൺ കാരണം അന്ന് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ആ ചിത്രം ജനങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ അതും വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3-ാമത്തെ ഭാഗം പുറത്തിറങ്ങാൻ പോകുന്നു. അതിന്റെ ഭാഗമായുള്ള ഷൂട്ടിംഗാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അടുത്ത വർഷം മാർച്ചോടുകൂടി സിനിമ തിയേറ്ററുകളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ അണിയറ പ്രവർത്തകർ ഒന്നടങ്കമുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഒരു വലിയ പുരസ്കാരം നേടിയതിന് പിന്നാലെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് ഈ അണിയറ പ്രവർത്തകർ ഒന്നടങ്കമുള്ളത്. ഇവിടെ ജിത്തു ജോസഫും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവരൊക്കെ തന്നെയുണ്ട്. അവർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചതാണ്. താങ്ക് യു അർജുൻ.